ഹലോ മുത്തുമണികളെ, ഇന്നൊരു മന്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നമ്മുടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി കൊണ്ടാണ് ഇന്ന് ഞാൻ ആ മന്തി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നന്നായി വൃത്തിയായി കഴുകി വെള്ളമൂറ്റി വെച്ചതാണ് ഈ റേഷൻ അരി. അതിനുശേഷം മാഗിക്ക് വേണ്ടത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും പിന്നെ ഉള്ളി, ഇത്തിരി സാധനം. ഇത് ഞാൻ ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ബാക്കി ആ ഗ്രേവി വെച്ചിട്ടും അതിലത്തെ ചിക്കൻ വെച്ചിട്ടാണ് ഇന്നത്തെ മന്തി ഞാൻ തയ്യാറാക്കുന്നത്. അതിന് ഗ്രേവിയിൽ നിന്നും ചിക്കൻ മാറ്റിയെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സാക്കി വെച്ചതാണ് ഈ കാണുന്നത്. കുക്കായതാണ്, ഓൾറെഡി കുക്കായതാണ്. ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുക, ഇത്രേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് മിക്സിയിൽ അരച്ച് വെച്ചു. പിന്നെ ലെമനും ക്യാരറ്റും ഉള്ളിയാണ്. കൂടുതൽ സാധനമൊന്നും മല്ലിച്ചപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പൊന്നും, എൻ്റെ കയ്യിൽ എന്ത് സാധനമുള്ള അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ മന്തി ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ തക്കാളി അരച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ മന്തി മസാല ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ആ പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തു. ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ, അതൊന്ന് ഫ്രൈ ആകുമ്പോൾ, ഫ്രൈ ആകണ്ട, വഴന്ന് വരുമ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാൻ പിന്നെ രാവിലെ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ്റെ ഗ്രേവി എന്താക്കുക അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം എത്ര അളവിൽ അരിക്കനുസരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വേണം അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി തക്കാളി ഒഴിച്ചു കൊടുത്തു. കണ്ടില്ലേ ഞാൻ. എന്നിട്ട് അതിന് ശേഷം അരി ഇത് നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ലെമനും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ലെമൺ ഒറ്റിച്ച് കൊടുത്തു. ഉണക്ക ലെമനല്ല, അല്ലാത്ത ലെമൺ കുറച്ച് ഒറ്റിച്ച് കൊടുത്തു. അത് നന്നായി തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള റേഷൻ അരി വെച്ചിട്ടാണ് ഈ മന്തി ഞാൻ തയ്യാറാക്കിയത്. മന്തിക്ക് എന്തൊക്കെയോ സാധനം വേണം, ഒന്നും വേണ്ട, ഇത്ര മന്തി സാധാ നമ്മൾ അരി കൊണ്ട് വെക്കുന്ന അതേ ടേസ്റ്റ്, അതേ രുചി. മല്ലിച്ചപ്പൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ ഗ്രേവി എടുത്തു. ആ ഗ്രേവി വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തു. അതിന് ബാക്കി വെള്ളം എത്ര വേണം അത് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അടിപൊളി ടേസ്റ്റ്, മനോഹരമായി, എന്താ പറയുക, അതേ രുചിയിൽ. അപ്പോൾ ഈ മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ. ലൈല ഷെറിൻ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ. ഓക്കെ, ലൈല ഷെറിൻ വയനാട് എന്ന യൂട്യൂബ് ചാനൽ മുത്തുമണികളെ കമൻറ്റ് ചെയ്യൂ. പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മന്തി തയ്യാറാക്കാം. അതേ മന്തി നമ്മൾ മന്തിയിൽ എന്താ പറയുക, മസാലകളും മന്തിയിലും ജസ്റ്റ് എന്താ പറയുക, ഞാൻ ഈ ചിക്കൻ കറിയിൽ ഓൾറെഡി പിന്നെ മാഗിൻ്റെ ക്യൂബ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാഗി എൻ്റെ അടുത്തില്ല, തീർന്നുപോയി. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് ഞാൻ തയ്യാറാക്കി അടിപൊളി രുചികരമായ, കാണാൻ തന്നെ നല്ല മനോഹരമായ മയോനൈസും കുറച്ച് തൈരും എടുത്തിട്ടുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. മുത്തുമണികളെ.